അങ്ങനെ നമ്മുടെ വിക്ടർ ഹാർബറിലോട്ടുള്ള യാത്രയിൽ രണ്ടാം ഭാഗം നമ്മളിവിടെ വരികയാണ്. വിക്ടർ ഹാർബറിൽ നമ്മൾ എത്തിയില്ല. അതിൻ്റെ പകുതി വഴിക്കുള്ള ഒരു പാർക്കിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് എവിടെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത്? നമ്മുടെ കണ്ടൽ വനങ്ങളിൽ കൂടെ അങ്ങനെ അതാ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മുമ്പിൽ കാണുന്നത് എന്ന് കാണുവാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. കുറേയധികം ആളുകൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയത്. അതൊരു ബ്ലൂ വെയിലാണോ, അതോ ഒരു ഡോൾഫിനാണോ, അതോ ഒരു സീലാണോ എന്നറിയുവാൻ, അതോ ഒരു സാധാരണ മത്സ്യം തന്നെയാണോ എന്നറിയുവാൻ ഞങ്ങൾക്ക് ആകാംക്ഷ തോന്നി. അത് കാണുവാനായിട്ടാണ് ഈ മതിലുകളൊക്കെ ചാടി ഇറങ്ങി ഞങ്ങളും താഴോട്ട് പോകുന്നത്. നേരായ വഴി 10 മീറ്റർ അകലെ ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ ഈ വഴിയിൽ കൂടെ തന്നെ ചാടിക്കിടക്കുവാൻ തീരുമാനിച്ചു. എപ്പോഴും മതിൽ ചാടിക്കിടക്കുക എന്നതാണല്ലോ നമ്മൾ മലയാളികളുടെ ഒരു സ്വതവേ ഉള്ള ശീലം. അങ്ങനെ ഞങ്ങൾ ആ മതിലുകൾ ചാടിക്കിടന്ന് താഴോട്ട് വീണ്ടും യാത്രയായി. എന്താണ് നടന്നിട്ടും ഞങ്ങൾ എത്തപ്പെടാത്തത് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അതാ ദൂരെ ആ മീനിനെ ഞങ്ങൾ വീണ്ടും കാണുന്നു. ഒരു കാന്തം അട്രാക്ഷൻ ചെയ്ത് ഞങ്ങളെ ആകർഷണം ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങൾ വീണ്ടും അതിൻ്റെ അടുത്തുകൂട്ട് പോയിക്കൊണ്ടിരുന്നു. നടുക്ക് നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റാൻഡിങ് പ്ലേസ്. ഈ കുഞ്ഞു 3-4 വയസ്സുള്ള പിള്ളേർ ഈ കടലിൽ ഈ അറ്റത്ത് നിന്ന് നീന്തി അവിടെ കയറി എത്തപ്പെട്ടതാണ് നിങ്ങൾ കാണുന്നത്. ഇവർ ഉണ്ടാകുന്ന കുട്ടികളെ തന്നെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ നീന്തൽ പഠിപ്പിക്കും. നീന്തൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലൈഫ് സേവിങ് അല്ലെങ്കിൽ എല്ലാവരിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കലയാണ്. സ്കൂളുകളിലും ഇവരിൽ നീന്തൽ പഠിപ്പിക്കുന്നു എന്നത് നല്ല ഒരു കാര്യമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടുന്ന വിദ്യകളെക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണ്. കളിക്കുവാനും ഓടുവാനും അതുപോലെ തന്നെ നമുക്ക് നീന്തുവാനും എന്നുവേണ്ട നമ്മൾ സാധാരണ ഹോംവർക്കുകൾ എഴുതി പഠിപ്പിക്കുന്നത് പോലെയല്ല. എങ്ങനെ വായിക്കാമെന്നും വായിച്ചു കഴിയുമ്പോൾ ബുക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ വായിച്ച് എടുത്തുകൊള്ളൂ എന്നുള്ള രീതിയിലുമുള്ള പഠനമാണ് കൂടുതലും ഞാനിവിടെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ ഇടുങ്ങിയ നടപ്പാതയിലൂടെ മുമ്പോട്ട് നീങ്ങി. വളരെ മനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു. ഇടവഴികളിലുടനീളം നമുക്ക് കുറേയധികം അലോവേറയുടെയും അതുപോലെ തന്നെ വളരെ അധികം നമ്മൾ പൂവും ഇതെല്ലാം കൂടി ഇറങ്ങിയ ഈ മനുഷ്യനെങ്ങനെ താഴെ എത്തിയെന്ന അത്ഭുതത്തിൽ ഞാൻ നോക്കി. ഇങ്ങേര് അപ്പുറത്ത് കൂടെ ഏതോ മതിലിൽ കൂടെ ചാടി വന്നു. ഞങ്ങളിൽ ഈ ഇടവഴിയിൽ കൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ കുറേ അധികം വിഷസസ്യങ്ങൾ എന്നൊക്കെയാണ് എൻ്റെ വായിൽ വരുന്നത്. വിഷസസ്യങ്ങളല്ല, ഔഷധ സസ്യങ്ങൾ. ഓക്കെ, നമ്മൾ കുറേ അധികം ഔഷധ സസ്യങ്ങൾ കാണുവാൻ ഇടയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് നടന്നു. ഇവിടെ നമുക്ക് കടലിൽ നമ്മൾ കടൽ സസ്യങ്ങളെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആളുകളൊക്കെ അവിടെ നിന്ന് കടൽ സസ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുമുണ്ട് കേട്ടോ. നല്ല നീല കടൽ. ഞങ്ങളങ്ങനെ കടൽ തീരത്തിൻ്റെ അവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മീനിനെ കാണുവാനുള്ള ആകാംക്ഷയിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ താഴെ എത്തി. ഇനി കുറച്ച് പാറക്കല്ലുകൾ, ഈ കല്ലുകൾ കടന്നു വേണം മീനിൻ്റെ അടുത്തെത്തുവാൻ. പക്ഷേ അങ്ങോട്ടുള്ള യാത്ര അല്ലെങ്കിൽ അതിൻ്റെ പാത വളരെ ദുർഘടമായിരുന്നു, വളരെ അപകടം പിടിച്ചതും. അങ്ങനെ ഞങ്ങൾ ആ യാത്ര അവിടെ തന്നെ നിർത്തുവാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മൾ മേലെ നിന്ന് കണ്ട ആ കാഴ്ച. ഇത് ഡോൾഫിനുകൾ ആണോ സീലുകൾ ആണോ എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഈ പാറക്കല്ലുകൾ വരെ എത്തപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ അതിനെ അടുത്ത് നിന്ന് കാണുവാൻ കഴിഞ്ഞേക്കും. എങ്കിലും യാത്ര വളരെ ദുർഘടമായതിനാലും അത് അപകടം പിടിച്ചതിനാലും ഞങ്ങൾ ആ യാത്ര അവിടെ തന്നെ നിർത്തുവാൻ തീരുമാനിച്ചു. കുറച്ചധികം നേരം ഞാൻ അതിനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അത് ഇനി എങ്ങാനും പൊന്തി വരികയാണെങ്കിൽ അത് എന്താണെന്ന് കാണുമല്ലോ എന്നുള്ള ഒരു ഇതിൽ. അടുത്ത് തന്നെ ആളുകൾ കുഞ്ഞു കുട്ടികളുമായിട്ട് കുളിക്കുന്ന കാണുമായിരുന്നു. ഈ കുഞ്ഞു നീർത്തടങ്ങളിൽ വന്നിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. അതിനകത്താണെങ്കിൽ അധികം അപകടമില്ല. അത് തീരത്തോട് ചേർന്ന് സെപ്പറേറ്റ് ആയിട്ട് കയറി കിടക്കുന്ന വെള്ളമായതിനാൽ പിള്ളേരെ നമുക്ക് സേഫായിട്ട് വിടുവാനും സാധിക്കും. അവിടെ നിന്ന് അവർക്ക് ഈ മീനെയൊക്കെ കണ്ടുകൊണ്ട് കുളിക്കുവാനും സാധിക്കും. അടുത്ത് തന്നെ ഈ മീനുകൾക്കൊന്നും പേടിയില്ലെന്നുള്ളതാണ്. അവരും ഈ സായങ്കാല വെയിലിൽ വെള്ളത്തിൽ അങ്ങനെ തുടിച്ച് അങ്ങനെ ആനന്ദിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു യാത്ര ആയി. പിള്ളേർക്കാണെങ്കിൽ വെള്ളത്തിൽ കുളിക്കുവാനും അവരെ കടലിൽ കുളിക്കാൻ വിടാത്തതിനുമുള്ള പരാതികളായിരുന്നു.
ഞങ്ങൾ അതിന് സ്പെയർ ജോഡി ഡ്രസ്സുകളൊന്നും എടുക്കാത്തതിനാൽ ഞങ്ങൾ ഇപ്രാവശ്യം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നിങ്ങളെ കടലിൽ ആ കുട്ടികൾ കുളിച്ചതുപോലെ കുളിപ്പിക്കാം എന്നുള്ള ഒരു പ്രോമിസും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോഴേക്കും സമയം ഏകദേശം വൈകുന്നേരം 4:30 കഴിഞ്ഞ് 5 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വിക്ടർ ഹാർബറിലോട്ടുള്ള യാത്ര അധികം പോസിബിൾ അല്ല. ഞങ്ങൾ അങ്ങനെ ഇപ്രാവശ്യം ഈ യാത്ര ഇവിടെ കൊണ്ട് നിർത്തുവാൻ തീരുമാനിച്ചു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വിക്ടർ ഹാർബറിലോട്ടുള്ള യാത്ര ഒരു പുതിയ യാത്രയായിട്ട് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ തിരിച്ച് യാത്രയായി. ഈ യാത്ര തിരിച്ച് ഇനി വീട്ടിലോട്ടാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇവിടെ ഞങ്ങൾ ഒരു ഇന്ത്യൻസിനെയും ഇതുവരെ കണ്ടില്ല. ഇവിടെയൊന്നും ഇന്ത്യൻസ് ഇല്ല എന്ന് തോന്നുന്നു. എല്ലാ ആളുകളും ഫോറിനേഴ്സാണ്. ഇവിടുത്തെ ലോക്കൽ ആളുകൾ അല്ല കേട്ടോ ഈ ഫോറിനേഴ്സ് എന്ന് പറയുമ്പോൾ. എല്ലാവരും കുടിയേറി വന്ന ആളുകളാണ്. സ്ഥലം കാണുവാനാണെങ്കിൽ വളരെ മനോഹരമായിരുന്നു. ഇതാണ് ശരിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടുന്ന നടപ്പാത. ഈ പാത ഒഴിവാക്കി ആണ് ഞങ്ങൾ അതിലൂടെ മതിൽ ചാടി കടന്നു വന്നത്. ഈ പാതയിലൂടെ ഇറങ്ങി വരുമ്പോൾ വളരെ മനോഹരമായ ഒരു പാർക്കിലൂടെ നടന്നിറങ്ങുന്ന ഒരു ഫീലിങ്സ് ആണ്. ഒത്തിരി ആളുകളും ഇവിടെ കടലിൽ കുളിക്കുവാൻ വരുന്നുണ്ട്, കടൽ സസ്യങ്ങൾ കളക്ട് ചെയ്യുവാനും. ഈ വഴിയുടെ ഓരങ്ങളിൽ മുഴുവൻ അലോവര പ്ലാന്റുകളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. അലോവര പറിക്കുവാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് പറിക്കേണ്ടുന്നതാണ്. പറിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പറിച്ചു കഴിഞ്ഞ് ഫൈൻ കിട്ടിയാൽ അതും നിങ്ങൾ തന്നെ വഹിക്കേണ്ടതാണ്. അതിന് ഞങ്ങൾ ഉത്തരവാദികൾ അല്ല എന്ന് ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ട് മേലോട്ട് കയറി. അവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ലേബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏതൊക്കെ റീഫാണ്, ഏതൊക്കെ സസ്യങ്ങളാണ് എടുക്കാവുന്നതും ഏതൊക്കെ സസ്യങ്ങളാണ് കടൽ സസ്യങ്ങളാണ് അവിടെ കാണപ്പെടുന്നതും എന്നുള്ളൊരു ബോർഡായിരുന്നു അത്. നമുക്ക് കടൽ സസ്യങ്ങൾ കറി വയ്ക്കാൻ അറിയാത്തതിനാലും എന്താണ് ഈ കടൽ സസ്യങ്ങൾ എന്ന് പറക്കേണ്ടത് ഏത് കടൽ സസ്യങ്ങളാണെന്ന് അറിയാത്തതിനാലും ഞങ്ങൾ അതിന് മുതിർന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇരിക്കുവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാർക്കിലെ ഈ സ്ഥലങ്ങൾ വളരെ മനോഹരമാണ്. പുറകിലേക്ക് നോക്കിയ ഈ മരത്തിൻ്റെ വേരുകളാൽ പണിയപ്പെട്ട കുഞ്ഞു കുഞ്ഞു വീടുകൾ, അതിന് നേരെ മുമ്പിൽ കടലുകളും. കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. എന്നിട്ട് യാത്ര തിരിക്കാമെന്ന് വിചാരിച്ചു. വിശപ്പൊന്നും നമുക്ക് തോന്നിക്കത്തില്ല കേട്ടോ. നല്ല കാലാവസ്ഥയും നല്ല ഇതുമായതിനാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചു, കുറച്ച് ഫോട്ടോ എടുത്തു. അങ്ങനെ വിക്ടർ ഹാർബറിൻ്റെ ഓർമ്മകൾ ഞങ്ങൾ ബാക്കി വെച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. അടുത്ത യാത്ര വിക്ടർ ഹാർബറിലോട്ടാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.